لا حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا ابن عطاء الله السكندري رضي الله عنه جميع مشايخنا واساتذتنا واستاذنا الشهيد رئيس علوي بن سعد رضي الله عنه شيخنا وسندنا تقي الدين محمد الدارمي رضي الله عنه والفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ربما كنت مسيئا فأراك الإحسان منك صحبتك من هو أسوأ حالا. നമ്മളെ തർബീയത്ത് ചെയ്യാൻ പറ്റുന്നവരാരാണെന്ന, നമ്മുടെ സഹവാസം ആരുടെ കൂടെ ആകണമെന്ന മനസ്സിലായില്ലേ? എന്താ നീ പറയാൻ പോകുന്നേ? നീ കാണുന്ന തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ആ തോന്നിവാസത്തിന് തടയിടാൻ പറ്റാത്ത ആൾക്കാരോട് സഹകരിക്കാതെ നിന്നെക്കാൾ ഋതുപതാന്ന ആൾക്കാരോട് സഹകരിക്കുമ്പം ആ ആൾക്കാര് എന്തു ചെയ്യും? നിന്റെ ഈ വേണ്ടാത്തരങ്ങളെയൊക്കെ നല്ലതാക്കി കാട്ടിത്തരും. മനസ്സിലായോ? അത് നിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്നും താഴത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് നീ സഹകരിക്കേണ്ടത് ആരോടാകണം? നിന്റെ സഹകരണം ആരോടാകണം? നിന്റെ അയബുകളെപ്പറ്റി നീ ഇങ്ങനത്തവനാണ്, നിന്നിൽ ഇന്നത് കാണുന്നുണ്ട്, നീ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വരണം, എന്നാലേ നീ നന്നാവുള്ളൂ. എന്നെ പറ്റി 10 ചീത്ത പറയാൻ പറ്റിയ ശൈഖന്മാരുണ്ടെങ്കിൽ ആ ശൈഖന്മാരോട് തുടർന്നു, അല്ലാത്ത ശൈഖന്മാരോട് തുടരാൻ നിൽക്കണ്ട. മനസ്സിലായി? ഞാൻ അങ്ങനെ കണ്ടത് നമ്മളെ പട്ടാളപ്പുപ്പായുള്ളൂ. നമ്മള് വലിയ ശൈഖാന്ന് വലിയ ആളാവരോട് കൊണ്ട് കയറി ചെല്ലുമ്പോഴേ നമ്മളിൽ നിന്നുണ്ടായിത്തീരുന്ന സർവ്വവിധമായ മോശപ്രവർത്തനങ്ങളും ലൈവായിട്ട് നമ്മളിലേക്ക് ഇനി ഉണർത്തിത്തരും. അപ്പൊ നമ്മൾ നന്നാവാൻ നോക്കും. ഇതല്ല പിന്നെയോ നമ്മളെ അങ്ങ് വലുതാക്കുന്ന കുറെ ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനല്ല ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ളവരുമായിക്കൊണ്ടൊരു കാരണവശാലും നീ സഹകരിക്കരുത്. നീ സഹകരിച്ചാൽ നിന്നെ എന്ത് ചെയ്യുമെന്നറിയാവോ? ഞാൻ എന്ത് ചെയ്യും? നിന്നെ വലിയ ഭവിഷ്യത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നതാണ് മഹാനായ തിരിഞ്ഞോ? അതാണ് മഹാനായ ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ലാ തസ്ഹബ് മൻ ലാ യുൻഹിദുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു എന്ന് നേരത്തെ പറഞ്ഞുണ്ട്. തിരിഞ്ഞോ? അവന്റെ വർത്തമാനങ്ങൾ അള്ളാഹുവിലേക്ക് നിനക്ക് ദലാലത്ത് ചെയ്യുകയോ അവന്റെ അവസ്ഥകൾ നിന്നെ അള്ളാഹുവിലേക്ക് ഉണർത്തിത്തരികയോ ചെയ്യാത്തവരുമായിക്കൊണ്ട് നീ തുടരരുത്. റുബ്ബമാ കുന്ത മുസീഅൻ, നീ തനിച്ച മോശത്തരം ചെയ്യുന്നവനാകും. ഫഅറാക്കൽ ഇഹ്സാന മിങ്ക, അപ്പൊ നീയാ ചെയ്ത മോശത്തരങ്ങളെ നന്നാക്കി നിനക്ക് കാണിച്ചു തരും. എന്ത്? സുഹ്ബത്തുക, നിന്റെ സഹകരണം. മൻ, ഒരുവനോട്, ഹുവ അവൻ, അസ്വഉ ഹാലൻ, നിന്റെ ഈ തെമ്മാടിത്തരം ചെയ്യുന്നതിനേക്കാൾ മോശം ചെയ്യുന്നവനാണ് അവൻ.
മനസ്സിലായി? അതിനോട് സഹകരിക്കണ്ട മോനെ. ഉബമാ കുന്ത മുസിയൻ കണ്ടോ? അപ്പൊ നിന്റെ നഫ്സിന്റെ അയബുകളെ നിനക്ക് കാണാൻ പറ്റുകയില്ല. ഹാദിഹി അഅ്ളമു ആഫത്തിൻ തദ്ഖുലു അലാ മൻ ഖാലഫ മാ ദക്കറഹു. നേരത്തെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു തന്ന ഒന്നിനോട് എതിരാകുന്നവന്റെ മേൽ കടന്നു വരുന്ന വലിയ ആപത്താണ്. വസ്സഹിബ മൻ ഹുവ ദൂനഹു ഫിൽ ഹാൽ വഹിയ ഏതാണ് ഇസ്തിഹ്സാനുഹു ലിമാ ഹുവ അലൈഹി. ഇയാൾ വലിയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എപ്പോഴും നമ്മളെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ. അവർക്ക് നമ്മളെപ്പറ്റി നല്ലത് പറയുന്നതിന് ചിന്തിച്ചോണം, ആ മുനാഫിഖ. അത് ഞാൻ നന്നാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ഉജുബുണ്ടാക്കി തീർക്കത്തേ ഉള്ളത്, ഞാൻ നല്ലവനാണെന്നൊക്കെ അവർക്ക് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് നല്ല ആൾക്കാരെ പറ്റി നല്ലത് പറയിപ്പിക്കണം. അത് വേറെ വിഷയമാണ്. അതൊക്കെ ഓരോന്നിനും ഓരോ മർത്തബകളാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ ഇസ്തിഹ്സാനാകുമ്പോ യുവദ്ദിഹി ദാലിക തന്നെ അത് കൊണ്ടെത്തിക്കും ഇലാ റിളാഹു അൻ നഫ്സിഹി വ റുയത്തിഹി ലിഇഹ്സാനിഹ വഹുവ അസ്ലു കുല്ലി ശദ്ദിൻ കമാ തഖദ്ദം. അതാണ് സർവ്വവിധമായ സർവ്വം. അതാ നേരത്തെ പറഞ്ഞ ലാ തസ്ഹബ് മൻ ലാ യുൻഹിലുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു. അവനോട് സഹകരിക്കണ്ട. തിരിഞ്ഞോ? കണ്ടാ? ഇനിയും പറയട്ടെ. 45-ാമത്തെ ഹിക്മത്ത് മാ ഖല്ല അമലുൻ ബറസ മിൻ ഖൽബിഹി മിൻ ഖൽബി സാഹിദിൻ വലാ കതുറ അമലുൻ ബറസ മിൻ ഖൽബിൻ സറാ മിൻ ഖൽബി റാഗിബിൻ. അതായത് ദുനിയാവിനോടുള്ള ചിന്ത കുറഞ്ഞ ആൾക്കാരിൽ നിന്നും ഉണ്ടാകുന്ന, സാഹിദിൽ നിന്നും ഉണ്ടാകുന്ന അമല് അത് എന്താണ്? കസീറാണ് ഫിൽ മാന, ഫലത്തിൽ. സൂറത്തിൽ അത് വളരെ കലീലാണെങ്കിലും അവരൊക്കെ അത് ചെയ്താൽ മതി. അവരിപ്പം തന്നെ കണക്ക് എന്ത് ചെയ്യണമെന്നില്ല, രാത്രി മുഴുക്കൊന്നും നിൽക്കരിക്കണമെന്നില്ല. പക്ഷെ അവർ സാഹിദാണ്. മനസ്സിലായില്ല? മാ കല്ല അമലുൻ, ഒരു കമലും കലീലല്ല, മിൻ ഖൽബിൻ സാഹിദിൻ, സാഹിദായവന്റെ, മിൻ ഖൽബി സാഹിദിൻ, സാഹിദിന്റെ കൽബിൽ നിന്നും ഉണ്ടാകുന്ന വെളിവാകുന്ന ഒരു അമലും കലീൽ അല്ല, അത് കസീർ തന്നെയാണ് ഫലത്തിൽ, സൂറത്തിൽ കലീലാണെങ്കിലും. വലാ കസുറ അമലുൻ, ഒരു അമലും പെരുത്തതുമല്ല, ബറസ മിൻ ഖൽബി റാഗിബിൻ, ദുനിയാവിനെ ആഗ്രഹിക്കുന്നവൻ അവന്റെ കൽബിൽ നിന്നും ഉണ്ടാകുന്ന, അവനിൽ നിന്നും ഉണ്ടാകുന്ന, മിൻ സാഹിബി കൽബിൻ അങ്ങനെയാണ് എന്റെ അർത്ഥം. അല്ല, കൽബിന്റെ അമലി എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലത്. നമ്മൾ മനസ്സിലായി? അല്ല, ഇന്നൽ അമല സ്വാദിറ മിന സാഹിദി ഫിദ്ദുനിയ, അതാണ് സാഹിദിൽ നിന്നും, ദുനിയാവിൽ പരിത്യാഗിയായവരിൽ നിന്നും ഉണ്ടാകുന്ന അമല് കസീറുൻ ഫിൽ മഅന വഇൻ കാന ഖലീലൻ ഫിസ്സൂറ. കാരണം എന്താ? കാരണം അവനിൽ റിയാ ഇല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഒരുങ്ങി തയ്യാറാകുന്നില്ല. മറ്റതല്ല, വലാ കസുറ അമലൻ, ഒരമലും പെരുത്തതുമല്ല, ബറസ മിൻ ഖൽബി റാഗിബിൻ. തിരിഞ്ഞോ? മാന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, കൂനൂ ലി ഖബൂലിൽ അമൽ അശദ്ദ ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ. അമല് കൊണ്ട് നിങ്ങൾ ഇഹ്തിമാമ ചെയ്യുന്നതിനേക്കാൾ അശദ് ഈ അമല് ഖബൂലാണോ, അതിലാണ് നിങ്ങൾ അശദ്ദാകേണ്ടത്. കൂനൂ ലി ഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ. എന്താ? അമല് കൊണ്ട് നിങ്ങൾ അശദ്ദ ഇഹ്തിമാമാകുന്നതിനേക്കാൾ ആ അമല് ഖബൂലാണോ മർദൂദാണോ, അല്ലാ പടച്ചവനെ ഞങ്ങൾ നിന്നല്ല നീ സ്വീകരിക്കണേ അല്ലാ,
فإنه لا يقل عمل مع التقوى وكيف يقل عمل يتقبل കബൂലായ അമൽ എങ്ങനെ ഖലീലാകും? മനസ്സിലായില്ല. മറ്റത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കബൂല് വേണ്ടേ? കബൂല് വേണമെങ്കിൽ യഥാർത്ഥ സുന്നിയാവണം, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരനാകണം. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരനായാലും പോലെ സുന്നിയാണ്, വലിയ പ്രവർത്തകനാണ് ആയാലും പോലെ, പക്ഷേ ഈ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കണം. അവിടെയാണ് വിഷയം, അവിടെയാണ് വിഷയം. അവിടെ വരുമ്പോഴാണ് നമ്മളെല്ലാം എന്താ മഖാദീറുൽ അഅമാലി അലാ ഹസബി ഖുലൂബിൽ ഉമ്മാൽ. ആമലീങ്ങളുടെ കൽബുകൾ അനുസരിച്ചാണ് അമലുകളുടെ തോതുകൾ. ഫമാ സദറ അനിസ് സാഹിദീന ഫിദ്ദുനിയാ മിൻ അമലിൻ ത്വാഅത്തുൻ വഇൻ കാന ഖലീലൻ ഫിൽ ഹിസ് വഹുവ കസീറുൻ അല തഹ്ഖീഖ് ഫമാ സദറ അനിർ റാഗിബീന ഫീഹാ മിൻ അമലി ബിർരിൻ വഇൻ കാന കസീറൻ മിൻ അമലി ത്വാഅത്തിൻ എന്ന് വെക്കണം അവിടെ. ഇവിടെ മിൻ അമലി ബിർരിൻ വഇൻ കാന കസീറൻ ഫിൽ ഹിസ് ഫഹുവ ഖലീലുൻ അല തഹ്ഖീഖ്. എന്താ കാരണം? സാഹിദീങ്ങളായ ആൾക്കാർ അതാ മാ ഖല്ല അമലുൻ ബറസ മിൻ ഖൽബി സാഹിദിൻ വലാ കസുറ അമലുൻ ബറസ മിൻ ഖൽബി റാഗിബിൻ എന്നതാണ് 45ാമത്തെ ഹിക്മത്ത്. മാഷാ അല്ലാഹ്. എന്നാ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ. പെരുത്ത ദിക്ർ. പെരുത്ത ദിക്ർ എന്ന് പറഞ്ഞതിന് എതിരല്ല ഈ പറഞ്ഞത് മാ ഖല്ല അമലുൻ ബറസ മിൻ ഖൽബി സാഹിദിൻ എന്നുള്ളത്. കസീറൻ ബിമാന ഖാലിസൻ, നിഷ്കളങ്കമായ ദിക്ർ ഒരുപാട് വന്നോട്ടെ. മുഅ്മിനീങ്ങളെ വിശദീകരിച്ചപ്പോൾ, മുഅ്മിനീങ്ങളുടെ വിഷയം പറഞ്ഞപ്പം അതാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ യാനി ഖാലിസൻ ഫസമ്മൽ ഖാലിസു കസീറൻ ഫസമ്മൽ ഖാലിസ കസീറൻ വഹുവ മാ അഖലസതു ഫീഹി നിയ്യ അണ്ടാ ലിവജ്ഹില്ലാഹിൽ അലീം വവസഫ ദിക്റൽ മുനാഫിഖീന ബിൽ ഖില്ല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലൻ അയ ഗൈറ ഖാലിസിൻ എന്ന്. റകഅതാനി മിൻ സാഹിദിൻ ആലിമിൻ ഖൈറും മിൻ ഇബാദത്തിൽ മുതഅബ്ബിദീന അൽ മുജ്തഹിദീന ഇലാ ആഖിലിദ് ദഹരി അബദൻ സർമദാ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ സൗദ് പറഞ്ഞു. സാഹിദായ ആലിമായ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന 2 റക്അത്ത് നിസ്കാരം അത് കാലാകാലം മുതഅബ്ബിദീങ്ങളെന്നും പറഞ്ഞ് നടക്കുന്ന ഈ തവലിയാരുണ്ടല്ലോ, ഈമാൻ സലാമത്താക്കാതെ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറെ സുന്നത്തുകൾ ധരിപ്പിക്കുന്ന തഹജ്ജുദും അല്ലാത്തതും ഇശ്റാഖും കുശ്റാഖും. ഇശ്റാഖൊക്കെ വിസ്കരിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതൊന്നും എന്താകാൻ പാടില്ല. ഇത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായാൽ അതിനൊക്കെ ഫലം, അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളും ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസോടുകൂടിയാൽ അതിന് ഫലമുണ്ട്. അള്ളാഹു അങ്ങനെ അതിൽ പെടുത്തട്ടെ നമ്മളെ.